കൊല്ലം കോടതി വളപ്പിലെ സംഘർഷത്തിൽ പ്രതികൾക്ക് തിടുക്കത്തിൽ ജാമ്യം നൽകിയെന്ന് ബാർ അസോസിയേഷന്റെ പരാതി. കൊല്ലം ബാർ അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. ജാമ്യമില്ലാ കേസിൽ നടപടികളും ചട്ടങ്ങളും ലംഘിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് നൽകുകയോ വാദം കേൾക്കുകയോ ചെയ്തില്ലെന്നും പരാതി. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, വക്കീലന്മാർ എതിർകക്ഷിയായിട്ടുള്ള ഒരു കേസാണ്. കോടതി വളപ്പിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഉണ്ടായത്. ഇപ്പോൾ എന്താണ് ബാർ അസോസിയേഷന്റെ പരാതിയിൽ പറയുന്നത്? അതായത് ബിനിൽ, ഈ കേസിൽ അഭിഭാഷകർക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അതായത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതായത് വാഹനം പാർക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ഒരു സ്ത്രീയും അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവറും ആണ് ആദ്യം ഈ അഭിഭാഷകരെ മർദ്ദിക്കുന്നത്. ഇതിനുശേഷം സംഘം ചേർന്ന് അഭിഭാഷകർ തിരിച്ചു മർദ്ദിക്കുകയും ചെയ്തു. ഇരുവർക്കുമെതിരെയും പോലീസ് കേസെടുത്തു. അന്ന് വൈകിട്ട് തന്നെ ഇരുവരെയും, അതായത് ഈ സ്ത്രീയെയും അതുപോലെ അക്രമം ഉണ്ടാക്കിയ ഡ്രൈവറെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പോലീസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഇവർക്ക് അഭിഭാഷകരുടെ സഹായം ലഭിക്കുന്നില്ല എന്ന് ഈ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജാമ്യം, താൽക്കാലിക ജാമ്യം 7 ദിവസത്തേക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഈ ജാമ്യം അനുവദിച്ചത് കോടതി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്നാണ് ബാർ അസോസിയേഷൻ പറയുന്നത്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കേൾക്കാനോ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് നൽകാനോ കോടതി ശ്രമിച്ചില്ല. അതുപോലെ തന്നെ ഈ കേസിൽ 2 കേസുകൾ, അതായത് സിദ്ദീഖിന്റെയും ഷമീനയുടെയും ജാമ്യാപേക്ഷ അടുത്തടുത്തായി വന്നത് തന്നെ ദുരൂഹമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഇപ്പോൾ ബാർ അസോസിയേഷൻ സമീപിച്ചിരിക്കുന്നത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയുടെ നിയമവിരുദ്ധമായ ഉത്തരവ് ഗൗരവത്തോടുകൂടി കാണണമെന്നും ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ പറയുന്നു. എന്തായാലും ഇതിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസിന് പരാതി ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ കൊല്ലം ബാർ അസോസിയേഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ജാമ്യത്തിലുള്ള ഷമീനയും സിദ്ദീഖും ഇനി സ്ഥിരമായ ജാമ്യത്തിന് തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നീക്കം കൊല്ലം ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബിനിൽ, ഓക്കെ.